പോകേണ്ടതുണ്ട്. എബി ചാലക്കുടിയിൽ നിന്ന് ബെന്നി ബെഹനാന്റെ വിശേഷങ്ങൾ നൽകും. 37,000-ലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട്. എബി, എങ്ങനെയാണ് UDFന്റെ ഒരു വിജയം കാണുന്നത്? ഭദ്ര 50,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു. ചാലക്കുടിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വലിയ വിജയത്തിൽ വലിയ രീതിയിലുള്ള ഒരു നന്ദി പ്രകാശനവും പ്രവർത്തകർക്ക് അദ്ദേഹം നൽകുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ഇടങ്ങളിലൂടെ എല്ലാം തന്നെ വാഹന പ്രചരണ ജാഥയായി നന്ദി പ്രകാശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള പ്രകടനങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ കഴിയും. എന്തായാലും ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചിരുന്നു. ഒപ്പം തന്നെ 2020-യുടെ സാന്നിധ്യം, NDAയുടെ സാന്നിധ്യം, ഒപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥി വളരെ ജനകീയനായിട്ടുള്ള രവീന്ദ്രൻ മാഷ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. C രവീന്ദ്രനാഥ് ആയിരുന്നു. അദ്ദേഹത്തെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും കൂടെ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുറവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനൊക്കെ ഒരു കാരണം ഈ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാലും 50,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം ഒരു വലിയ വിജയമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ വലിയ ഒരു വിജയമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ആ നിലയ്ക്കുള്ള ഒരു ആഘോഷ പരിപാടികൾക്കാണ് ഇനിയുടെ തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു തോൽവിയെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ നിലയ്ക്കുള്ള ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ MP ഓഫീസിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അങ്കമാലിയിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ ഈ ആഘോഷ പരിപാടികളെല്ലാം തന്നെ നടക്കുന്നത്. ഇവിടെ ഈ വലിയ സ്ക്രീനിൽ ഈ പ്രവർത്തകർക്കൊപ്പമായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയം, ആ റിസൾട്ടിന്റെ ഫലങ്ങളെല്ലാം തന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഇപ്പോൾ വലിയ ആഹ്ലാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടെ ഈ വലിയ സ്ക്രീനിൽ അദ്ദേഹം ഈ ഒരു കാഴ്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കാഴ്ച കാണുകയായിരുന്നു. എന്തായാലും 50,000-ൽ പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷം അവിടെ നേടുമ്പോൾ 2020-യുടെ ഒരു സാന്നിധ്യം ഇത്തവണ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഏതാണ്ട് 70,000-ന് മുകളിലേക്ക് വോട്ടുകൾ നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ NDAയുടെ വോട്ടുകളിൽ ഒരു വലിയ വിഭാഗം കുറവ് ഇത്തവണ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ആ നിലയ്ക്കുള്ള ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. കാരണം ആ നിലയ്ക്കുള്ള പ്രകടനങ്ങൾ ആഹ്ലാദങ്ങളെല്ലാമായി ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പം ബെന്നി ബെഹനാൻ ഈ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, തനിക്ക് വോട്ട് നിന്ന് വിജയിപ്പിച്ച ആളുകളെ നേരിൽ കണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തോളിലെടുത്തുകൊണ്ടാണ് ആഹ്ലാദം പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭദ്ര. തീർച്ചയായും എബി, എന്തായാലും നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയാണ്. അദ്ദേഹത്തെ തോളിലിരുത്തിക്കൊണ്ട് അൻവർ സാദത്ത് MLA ഒക്കെ ഉണ്ട് കൂടെ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 2020-യും എബി സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 അടക്കം വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൽ. മാത്രമല്ല, ജനകീയനായ നേതാവ് C രവീന്ദ്രനാഥിനെയായിരുന്നു ഇടതുപക്ഷം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ UDF മുന്നേറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 50,000-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തങ്ങളുടെ അണികളോടൊപ്പം ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. എബി, അതുപോലെ തന്നെ നമുക്ക് ഇനി മറ്റ് പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും 2020-യുടേതൊക്കെ തന്നെ, കാരണം അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വെച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 2020 ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവർ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ, അതായത് ായിരുന്നു ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അവർ ഈ രണ്ട് മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ എന്തായാലും അവർ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ ഈ ബെന്നി ബെഹനാന്റെ വിജയത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും C രവീന്ദ്രനാഥ് ശക്തമായ രീതിയിലുള്ള ഒരു പോരാളി തന്നെയായി ബെന്നി ബെഹനാന് മുന്നിലുണ്ടായിരുന്നു. അദ്ദേഹം വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെ കാഴ്ചവെക്കുകയായിരുന്നു. എന്തായാലും ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും. വോട്ടിംഗ് പാറ്റേൺ തന്നെ മനസ്സിലാക്കിയാൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം 70,000-ൽ പരം വോട്ടുകളാണ് ഇവിടെ 2020
ഗവൺമെന്റ് നേടിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 50,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ NDA നേടിയിട്ടുള്ള വോട്ടുകൾ, ആ വോട്ടുകൾ ഇത്തവണ കൃത്യമായ രീതിയിൽ NDAയിലേക്ക് എത്താത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് NDA നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് ഏതാണ്ട് 80,000-ലേക്കൊക്കെ ചുരുങ്ങുന്ന ഒരു കാഴ്ച. ഏറ്റവും കൂടിപ്പോയി ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ട്. അതെന്തായാലും ഏറ്റവും അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് ഒരു 1.10-ലേക്ക് 1,10,000 വോട്ട് അല്ലെങ്കിൽ 1,20,000 വോട്ടിലേക്ക് ആ ഒരു കണക്കിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ആ വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള കുറവ്, ഒപ്പം തന്നെ 2020 പിടിച്ചിട്ടുള്ള ഏതാണ്ട് 80,000-ന് വരുന്ന വോട്ടുകൾ, അതെല്ലാം തന്നെ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു ഭാഗമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രവീന്ദ്രനാഥ് അദ്ദേഹം കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പോരാട്ടം, ഈ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൃത്യമായ രീതിയിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കഴിഞ്ഞ തവണ 1,60,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതാണ് ഇത്തവണ ഇപ്പോൾ 50,000-ലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഭൂരിപക്ഷത്തിൽ അല്പം കുറവുണ്ടായെങ്കിൽ പോലും ഇത്തവണ വിജയം ഇവിടെ എന്തായാലും ബെന്നി ബെഹനാൻ തന്നെ ആയിരിക്കും എന്നുള്ള തർക്കമില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ആ നിലയ്ക്ക് തന്നെ ഒരു ഫലമാണ് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നും വന്നിരിക്കുന്നത്. തീർച്ചയായും എബി, എന്തായാലും അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു MP സ്ഥാനത്ത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും 50,000-ഓളം ലീഡ് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അത്ര ഇല്ല എങ്കിൽ പോലും ഇത്തവണ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും ഈ 2020-യും അതുപോലെ തന്നെ C രവീന്ദ്രനാഥും ഒക്കെ വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇനി ആന്റണിയിലേക്ക് പോവുകയാണ്. ആന്റണി, നിതിൻ ചേരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ 18 സീറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ UDF സംസ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയാം LDF ഒന്നിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയായിരിക്കാം, ഒരുപക്ഷെ നമുക്ക് അറിയാം ആ ഒരു വോട്ടെടുപ്പിന്റെ ദിവസം പോലും EP ജയരാജന്റെ ആ ഒരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായും ഭദ്ര, ഒരിക്കലും ഇടതുമുന്നണി ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത, പ്രത്യേകിച്ച് CPM ആഗ്രഹിക്കാത്ത, അവർ പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. 18 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു സീറ്റിൽ NDAയും ഒരു സീറ്റിൽ ഇടതുമുന്നണിയും മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസിന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ